ഇന്ന് നമ്മൾ ഈ ടാങ്കിൻ്റെ അടുത്ത് ഫീഡിങ്ങിനായിട്ട് വന്നതാണ്. ഈ ടാങ്കിനകത്ത് ഇപ്പോൾ കിടക്കുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകൾ, സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ, പിന്നെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷ്, പിന്നെ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി. ആൽബിനോ കാറ്റ് ഫിഷുകൾ 4 കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ 4 കിടക്കുന്നുണ്ട്. ആൽബിനോ സക്കർ കാറ്റ് ഫിഷുകൾ, അതായത് നമ്മുടെ ആൽബിനോ കോമൺ പ്ലക്കോ 2 കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു 1 ഫീറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയും കിടക്കുന്നുണ്ട്. ഇതിനകത്ത് എല്ലാ മീനുകൾക്കും നമ്മൾ കോമൺ ആയിട്ട് ഫീഡ് ചെയ്യുന്നത് പെല്ലറ്റ് ഫുഡാണ്. ഈ കാണുന്ന വലിയ സൈസ് പെല്ലറ്റാണ് നമ്മൾ എല്ലാവർക്കും ഫീഡ് ചെയ്യുന്നത്. ആൽഗെ വാട്ടർ ആയതുകൊണ്ട് നമുക്ക് മീനിൻ്റെ ഫുൾ ബോഡി ഒന്നും ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. ഈ കാണുന്നത് പോലെയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും മീനുകൾ ഹാപ്പിയാണ്, നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം 4 ഇട്ടിട്ടുണ്ടായിരുന്നത്. 3 സ്പോട്ടഡ് കാറ്റ് ഫിഷും ഒരു ആൽബിനോ കാറ്റ് ഫിഷും. അതായത് നമ്മൾ ടബുകളിൽ ഇട്ടിരുന്ന വലിയ സൈസിനെ മാത്രമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടബുകളിൽ കിടന്നിരുന്ന ചെറിയ സൈസിനെയാണ് കൊണ്ടുവന്നിട്ടത്. അത് 3 ആൽബിനോ കാറ്റ് ഫിഷും പിന്നെ ഒരു സ്പോട്ടഡ് കാറ്റ് ഫിഷും ആയിരുന്നു. അങ്ങനെ ടോട്ടൽ ഇതിനകത്ത് 4 ആൽബിനോ 4 സ്പോട്ടഡുമാണ് കിടക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ പെല്ലറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മെയിൻ ഫുഡ് എന്ന് പറയുന്നത് പെല്ലറ്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടയ്ക്ക് ചിക്കൻ കൊടുക്കാറുണ്ട്. ചിക്കൻ കൊടുക്കുമ്പോൾ അവർ നല്ല ഹാപ്പിയാണ്. പക്ഷേ നമ്മൾ കുറച്ച് നാളായിട്ട് ചിക്കൻ കൊടുത്തിട്ടില്ല. ചിക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫേവറേറ്റ് ഫുഡാണ്. ഭയങ്കര ആർത്തിയാണ് അവർക്ക്. ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൈസും കാര്യങ്ങളൊക്കെ വയ്ക്കും. നമ്മളങ്ങനെ റെഗുലറായിട്ട് ചിക്കൻ കൊടുത്തു തുടങ്ങിയിട്ടില്ല. പെല്ലറ്റ് തന്നെയാണ് മെയിനായിട്ട് നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷിനും ആൽബിനോ കാറ്റ് ഫിഷിനും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ സക്കർ കാറ്റ് ഫിഷ് ഇതിനകത്ത് കിടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ആൽബിനോ അവർക്ക് ഇതിനകത്ത് ആൽഗെ കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിനകത്ത് ചെടികൾ ഫീഡ് ചെയ്യാറുണ്ട് നമ്മുടെ ജയൻറ്റ് ഗൗരാമിക്ക്. അപ്പോൾ ജയൻറ്റ് ഗൗരാമി കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഫീഡ് ചെയ്തിരുന്നു. മൊത്തമായിട്ട് തന്നെ ജയൻറ്റ് ഗൗരാമി ആ ചെടികളെല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ ആൽഗയും അതുപോലെ തന്നെ ഈ ചെടികളുടെ വേസ്റ്റൊക്കെ സക്കർ കാറ്റ് ഫിഷിന് ഫുഡായിട്ട് കിട്ടും. അത് കൂടാതെ തന്നെ ഈ പെല്ലറ്റും അത് കഴിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് പെല്ലറ്റും കൊടുക്കുന്നത്, എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ കുറച്ച് ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആൽബിനോ കാറ്റ് ഫിഷുകളും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും അത്യാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ അവരെ വയർ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മുകളിലേക്ക് വരില്ല. കണ്ടില്ലേ, ഇപ്പോൾ അത്യാവശ്യം അവർ എടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ പെല്ലറ്റ് എടുത്തിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ സ്ഥിരം കാണുന്നത്. ഇനി അങ്ങോട്ട് കുറേ നേരത്തേക്ക് നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾ ക്വൈറ്റ് ആയിരിക്കും. ഈ ഒരു സമയത്താണ് നമ്മുടെ ജയൻറ്റ് ഗൗരാമി വന്ന് അത്യാവശ്യം പെല്ലറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ബാക്കി വരുന്നതൊക്കെ നമ്മുടെ സക്കർ കാറ്റ് ഫിഷുകളാണ് കഴിക്കുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾക്ക് അവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ പെല്ലറ്റ് തന്നെയാണ്. പിന്നെ ജയൻറ്റ് ഗൗരാമിക്കാണെന്നുണ്ടെങ്കിൽ ഈ പെല്ലറ്റ് ഫുഡും പിന്നെ നമ്മൾ കൊടുക്കുന്ന ചെടികളുമാണ് അതിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ് ഫിഷിനാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആൽഗെ, പിന്നെ നമ്മുടെ ജയൻറ്റ് ഗൗരാമിക്ക് കൊടുക്കുന്ന ആ ഒരു ചെടിയുടെ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പെല്ലറ്റ് ഫുഡ്. പെല്ലറ്റ് ഫുഡ് അത്യാവശ്യം നല്ല വോള്യത്തിൽ നമ്മൾ ഇടാറുണ്ട്. നല്ല വോള്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് ഇടുന്നത്, എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ. അതായത് ആൽബിനോ സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾക്കും ജയൻറ്റ് ഗൗരാമിക്കും പിന്നെ നമ്മുടെ സക്കർ കാറ്റ് ഫിഷിനും കിട്ടുന്ന രീതിയിൽ. പിന്നെ നമ്മളത് ഓവർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഇടവിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡിൻ്റെ അമിതമായിട്ടുള്ള വേസ്റ്റ് വെള്ളത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ ഫീഡ് ചെയ്യില്ല, പിന്നെ മറ്റന്നാളാണ് ഫീഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടാങ്ക് പണിതതിന് ശേഷം ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. വാട്ടർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെള്ളം നമ്മൾ ഒരു 3/4 അല്ലെങ്കിൽ 50% കളഞ്ഞിട്ട് പിന്നെ റീഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാട്ടർ ചേഞ്ച് എന്ന് പറയുന്നത്. അത് അടിഭാഗം ക്ലീൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ഈ ടാങ്ക് പണിത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മഴ വന്നു കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓവർഫ്ലോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവർഫ്ലോ PVC വഴി വെള്ളം ഇതിലേക്ക് വന്നിട്ട് എക്സസ് വെള്ളം പുറത്തേക്ക് പോകും. അങ്ങനെ മഴക്കാലത്ത് വെള്ളം ഓട്ടോമാറ്റിക്കലി റീസൈക്കിൾ ആയിക്കൊണ്ടിരിക്കും. വാട്ടർ ചേഞ്ച് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് വരികയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ വെള്ളം ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കും. ടോപ്പപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഞാൻ പുറത്തേക്ക് കളഞ്ഞിട്ട് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യാറുള്ളത്. ഈ ഒരു അവസ്ഥയിൽ തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം അടിച്ചു കൊടുക്കും. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു 3/4 ഭാഗമാണ് വെള്ളം നിൽക്കുന്നത്. ഞാനത് ടോപ്പിലേക്ക് നിറയ്ക്കും. അപ്പോൾ ടോപ്പിലേക്ക് നിറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നത്. ഓവർഫ്ലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഈ ലെവലിലേക്ക് തന്നെ വന്ന് നിന്നിട്ട് ആ നിറഞ്ഞ വെള്ളം മൊത്തം പുറത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മഴ പെയ്യുന്ന സമയത്ത് എന്താണോ നടക്കുന്നത് അതുപോലെ തന്നെയുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ വെള്ളം കിണറ്റിൽ നിന്ന് ഇതിലേക്ക് അടിക്കുമ്പോൾ എന്നാൽ വെള്ളം നിറഞ്ഞ് വരുമ്പോൾ ഓവർഫ്ലോ വഴി വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഒന്ന് റീസൈക്കിൾ ആകും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എയറേഷനും കിട്ടും വെള്ളത്തിലേക്ക്. പിന്നെ ഫ്രഷ് വെള്ളം ടാങ്കിലേക്ക് വരികയും ചെയ്യും. പിന്നെ ഈ ഒരു ഓവർഫ്ലോ PVC നമ്മൾ താഴത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും നന്നായിട്ട് ഡീപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം പുറത്തേക്ക് ലെവലാവുന്ന വരെ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യം വഴുക്കുള്ള വെള്ളമായിരിക്കും അടിഭാഗത്തുണ്ടായിരിക്കുക. അപ്പോൾ അതായിരിക്കും ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒരു ചെറിയ റീസൈക്ലിംഗ് പരിപാടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അല്ലാതെ ഈ ഒരു ടാങ്കിൽ നിന്ന് ഞാൻ വെള്ളം പുറത്തേക്ക് അടിച്ച് കളഞ്ഞിട്ട് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം അത്യാവശ്യം പുറത്തേക്ക് കളഞ്ഞ് പിന്നെ റീഫില്ല് ചെയ്യുക, അങ്ങനൊരു ക്ലീനിങ്ങോ റീഫില്ലിങ്ങോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത്തരത്തിലുള്ള ക്ലീനിങ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല.
വല്ലപ്പോഴൊക്കെയാണ് അത്തരത്തിലുള്ള ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് തോന്നുകയാണ് ഇതിൻ്റെ അടിഭാഗത്ത് നല്ല രീതിയിൽ ഫിഷിൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ സ്ലറി അടിഞ്ഞു കൂടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ട് ഒരു 50% വെള്ളം വലിച്ചു കളയാമെന്ന് അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് 50% ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യാനായിട്ട് പോണത്. പിന്നെ എയറേഷൻ്റെ ട്യൂബ് നിങ്ങൾക്ക് ആ ഒരു മൂലയിൽ കാണാം. വെളുത്ത 2 ട്യൂബ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഓൾറെഡി അത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു 2-3 തവണ ഞാൻ എയറേഷൻ കണക്ട് ചെയ്യാറുണ്ട്. 5 വാട്ടിൻ്റെ എയറേറ്ററാണ് കണക്ട് ചെയ്യാറുള്ളത്. എന്നിട്ട് അതൊരു മാക്സിമം സ്പീഡിൽ ഒരു 3-4 മണിക്കൂർ, ചില ദിവസങ്ങളിൽ 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു 2-3 ദിവസമൊക്കെ വെള്ളം അത്യാവശ്യം നല്ല കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന എല്ലാ മീനുകൾക്കും ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാൻ പറ്റുന്ന മീനുകളാണ്. അതുകൊണ്ട് അവർക്ക് ഓക്സിജൻ്റെ ഒരു ഇഷ്യൂ ഒരിക്കലും വരില്ല. പിന്നെ ഇത് ആൽഗ വാട്ടർ ടാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഡേ ടൈമിൽ നല്ല രീതിയിൽ ഓക്സിജൻ വരും. പിന്നെ നൈറ്റ് ടൈമിലാണ് ഓക്സിജൻ്റെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ മീനുകൾക്കെല്ലാം ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ ശ്വസിക്കാൻ പറ്റുന്ന മീനുകളായതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. നൈറ്റ് ടൈമിൽ നമ്മൾ എയറേഷനോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. എയറേഷൻ ഞാൻ കൊടുക്കാറുള്ളത് ഡേ ടൈമിലാണ്. അത് ജസ്റ്റ് വെള്ളം ഒന്ന് കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഫീഡിങ്ങിന് വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവരുടെ ഒരു അപ്ഡേറ്റും കൂടി ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അതായത് ഇതിലേക്ക് നമ്മൾ ഇട്ട എല്ലാ മീനുകളും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇട്ട ഒരു ആൽബിനോ കാറ്റ് ഫിഷ് 3 സ്പോട്ടഡ് കാറ്റ് ഫിഷുകളും അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.